ശബരിമല ക്ഷേത്രത്തിലെ പ്രധാന ഉപക്ഷേത്രങ്ങളിൽ ഒന്നാണ് നാഗരാജ നാഗയക്ഷിത്ര. അയ്യപ്പ ദർശനത്തിനെത്തുന്ന ഭക്തർ സർപ്പദോഷത്തിനായി ഇവിടെ നടത്തുന്ന പ്രധാന വഴിപാടാണ് പുള്ളുവൻ പാട്ട്. കേരളത്തിന്റെ ഉൽപ്പത്തിയുടെ അത്ര തന്നെ പഴമ പുള്ളുവൻ പാട്ടിനും ഉണ്ടെന്നാണ് ഐതിഹ്യം. നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ കൽപ്പിച്ചിട്ടുള്ള പുള്ളുവൻ പാട്ടിനും അതിൻ്റെതായ മഹിമയും സ്ഥാനവും ഉണ്ട്. ദേവപ്രശ്ന വിധിപ്രകാരം ശബരിമലയിലുള്ള നാഗത്തറയിലെ ഭക്തരുടെ പ്രധാന വഴിപാടും വീണയിൽ മീട്ടുന്ന പുള്ളുവൻ പാട്ട് തന്നെ. ഭാർഗവരാമൻ മഴുവറിഞ്ഞ് കേരളം ഉണ്ടായതിനു ശേഷം ഭൂമിയെല്ലാം ഉപ്പ് രസമുള്ളായിരുന്നു. ആ ഉപ്പ് രസം മാറാൻ വേണ്ടിയിട്ട് നാഗലോകത്തുനിന്ന് സർപ്പങ്ങളെ കൊണ്ടുവന്ന് ഊതി മാറ്റിച്ചപ്പോഴാണ് നമുക്ക് കരയുണ്ടായത്. അപ്പോൾ പല വൃക്ഷാദികളൊക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഉപ്പ് മാറണം. അതിനുവേണ്ടി നാഗദൈവങ്ങളെ കൊണ്ടുവന്നതാണ്. അപ്പം നാഗദൈവങ്ങളൊരു പരശുരമായിട്ടൊരു സഖ്യം ചെയ്തു, ഞങ്ങൾക്ക് എന്ത് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഭൂമിയിലുണ്ടാകുന്ന പല വൃക്ഷാദികളിൽ കൊണ്ട് ഞങ്ങൾക്ക് നേദ്യം നടത്തണമെന്ന് പറയും. അതാണ് അരിനൂറും പാലും. അതെന്നുവെച്ചാൽ ഒന്നും വേവിക്കാതെ തന്നെയാണ് സർപ്പങ്ങളുടെ നേദ്യങ്ങൾ നടത്തുന്നത്. അതിനോടൊപ്പം തന്നെ പുള്ളുവൻ പാട്ട്, വീണവായന സർപ്പം പാട്ട്. ശബരിമലയിൽ വരുന്ന ഭക്തന്മാർക്ക് വിഷഭയങ്ങളും സർപ്പദോഷങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ വീണവായന പാട്ട് നടത്തുന്നത്. ദേവസ്വം അനുമതിയോടെ ആചാരനിഷ്ഠയോടുകൂടി 6 പേരാണ് ശബരിമലയിൽ ഭക്തർക്കായി പുള്ളുവൻ പാട്ട് സമർപ്പിക്കുന്നത്. മാളിയപ്രതമ്മയ്ക്ക് വേണ്ട വഴിപാടും കഴിച്ച് നാഗരാജാവ് നാഗയക്ഷിയം അതിന് മുമ്പാകെ വന്ന് നാരശ്രീ കൈലാസ വീണയാൽ പാടിക്കുമ്പോൾ ആ സന്തതിക്ക് ദോഷങ്ങൾ തീരണം, ദുരിതങ്ങൾ മാറണം, തീരാതെയുള്ള മഹാവ്യാധിയും തീരണം ഭഗവാന്റെ കടാക്ഷത്താ. ക്യാമറമാൻ സനിൽ കുമാറിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, സന്നിധാനം.